ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ ആടിക്കളിക്കുമ്പോഴേ അമ്മ മുടി കെട്ടുമ്പോഴേ ആടിക്കളിക്കുമ്പോഴേ മുടി കെട്ടുമ്പോഴേ അമ്മ ചോടുമ്പോഴേ താളം പിടിക്കണട്ടാ അമ്മ പൊന്നാളം കാവിനാടേ താളം പിടിക്കണട്ടാ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ. ഈ കോഴി പിന്നെ ഇവിടെ നേർച്ച കൊടുക്കുന്നതിന്റെ ഐതിഹ്യം ഒന്ന് പറയോ? നമ്മുടെ കുടുംബത്തിന്റെ ദോഷങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് അമ്മയ്ക്ക് ഇവിടെ നമ്മൾ കോഴിക്കല്ലില് നമ്മൾ പണ്ട് കാലത്ത് ചെയ്തിരുന്ന ആ കോഴി വെട്ട് ചടങ്ങ് ഇപ്പൊ നിലവിലില്ലാത്തത് കൊണ്ട് നമ്മൾ കോഴി ഇവിടെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അന്ന് പണ്ട് കോഴീനെ വെട്ടുമായിരുന്നു. പണ്ട് കോഴീനെ വെട്ടുമായിരുന്നു. നിന്ന് പോയത് പിന്നെ ഈ പറഞ്ഞ പോലുള്ള മറ്റു പ്രദേശങ്ങളിൽ ചോര വെട്ടും പ്രശ്നങ്ങളും പിന്നെ ബലികർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല അങ്ങനെ നിയമങ്ങൾ വന്നത് കൊണ്ടാണ് നമ്മളിത് നിർത്തിവെച്ചത്. അതുകൊണ്ടാണ് ഇപ്പൊ കോഴിക്കല്ലിൽ പട്ടം മൂടുന്ന ഒരു ചടങ്ങായിട്ട് നടത്തുന്നത്. അപ്രകാരം ഒരു കുടുംബത്തിന്റെ ദോഷഫലങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് അമ്മയിൽ സമർപ്പിക്കാനും നമ്മള് നാട്ടിൽ നിന്ന് തന്നെ നമ്മൾ കോഴിനെ കൊണ്ടുവരുന്നത്. നിങ്ങളുടെ കുടുംബക്കാർ എല്ലാരും ഒരു ഫാമിലി അപ്പൊ വീട്ടിലെ ഒരു ക്ഷേത്രം ഉണ്ടാവും. അപ്പൊ ഈ ഉത്സവത്തിന് ഇവിടെ വന്ന് പിന്നെ നേർച്ച കഴിച്ച് തിരിച്ചു പോകും. പാട്ട് പാടുന്നുണ്ടോ? ഞങ്ങളുടെ യൂട്യൂബ് ചാനലിന് വേണ്ടി ഒരു പാട്ട് ആരാ പാടുന്ന? മുന്നോട്ട് പോരാ. ആരാ പാടുക? മൈക്ക് തരാനോ? മോളുടെ പേരെന്താ? പേര് ആര്യ. അപ്പോ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ നിന്ന് പട്ടാമ്പിക്കാരിയായ ആര്യ ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടും. ആരാ പാടുന്ന? ആര്യാണോ? ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ ആടിക്കളിക്കുമ്പോഴേ അമ്മ മുടി കെട്ടുമ്പോഴേ ആടിക്കളിക്കുമ്പോഴേ മുടി കെട്ടുമ്പോഴേ അമ്മ ചോടുമ്പോഴേ താളം പിടിക്കണട്ടാ അമ്മ പൊന്നാളം കാവിനാടേ താളം പിടിക്കണട്ടാ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. നമ്പർ തരും ആരുടെയെങ്കിലും എന്നാ അയച്ചു തരാം. ലിങ്ക് അയച്ചു തരായിരുന്നു. അപ്പൊ നമ്പർ ഒന്ന് വായിക്കാം.